ഈ ലോകത്തെ ബന്ധങ്ങളിൽ, സ്നേഹബന്ധങ്ങളിൽ, അനുരാഗങ്ങളിൽ, പ്രേമങ്ങളിൽ ഏറ്റവും വലുത് സൃഷ്ടാവിനോട് സൃഷ്ടിക്കു തോന്നുന്ന പ്രേമമാണ്, സൃഷ്ടാവിനോട് സൃഷ്ടിക്കു തോന്നുന്ന സ്നേഹമാണ്. ആ സ്നേഹം കണ്ടുകൊണ്ടാണ് ലോകത്തോട് വിട പറയാൻ നേരത്തെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിറങ്ങുകയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ പനി പിടിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ തലവെച്ച് കിടക്കുമ്പോൾ ഹബീബ് ലോകത്തോട് വിട പറയുന്ന ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചുവല്ലോ നബിയേ, അല്ലാഹു ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ പനിയൊക്കെ മാറുകയും അങ്ങയുടെ അസുഖം മാറുകയും അങ്ങേക്ക് പൂർണ്ണ ആരോഗ്യം അല്ലാഹു നൽകുകയും ചെയ്ത് മരണം വരെ, ഖിയാമത്ത് നാൾ വരെ മരണമില്ലാതെ ദീർഘമായ ആയുസ്സോടുകൂടെ ഒരുപാട് കാലം അധികാരവും അധികാരത്തിൻ്റെ ചെങ്കോലും കയ്യിലേന്തിയിട്ട് അല്ലാഹുവിന് വേണമെങ്കിൽ അങ്ങയെ ജീവിച്ചു നിർത്താൻ റബ്ബിന് കഴിയും. വേണോ നബിയേ? അതല്ല അല്ലാഹുവിലേക്ക് തിരിച്ചു പോരേണമോ? എന്താണ് അങ്ങേക്ക് വേണ്ടത്? അങ്ങയുടെ ഇഷ്ടം പറഞ്ഞോളൂ, അതുപോലെ ചെയ്തു തരാമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖുയ്യിർ. ഏത് പ്രവാചകരും ലോകത്തോട് വഫാത്താകാൻ പോകുമ്പോൾ ആ പ്രവാചകന്മാർക്ക് അല്ലാഹു ചോയ്സ് കൊടുക്കാറുണ്ട്, ഇത് വേണോ അത് വേണോ എന്ന്. പുണ്യ നബിയോട് ചോദിച്ചു, നബിയേ, മരണമില്ലാത്തൊരു ജീവിതം അങ്ങേക്ക് വേണമോ, അതല്ല മരണപ്പെട്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് പോരേണമോ എന്ന് ചോദിച്ചപ്പോൾ ലോകത്തിൻ്റെ ഗുരു ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറുപടി ഇതാണ്, ബലിർ റഫീഖൽ അലാ, ബലിർ റഫീഖൽ അലാ, ബലിർ റഫീഖൽ അലാ. ഉന്നതങ്ങളിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന എൻ്റെ കൂട്ടുകാരനായ, എൻ്റെ മഹ്ബൂബായ എൻ്റെ അല്ലാഹുവിലേക്ക് ഞാൻ വരികയാണ്, എനിക്കിവിടം മതി. ഉന്നതങ്ങളിൽ അത്യുന്നതങ്ങളിൽ കിടക്കുന്ന എൻ്റെ റഫീഖായ, എൻ്റെ കൂട്ടുകാരനായ, എൻ്റെ മഹ്ബൂബായ അല്ലാഹു മതി, അല്ലാഹു മതി. ബലിർ റഫീഖൽ അലാ. നമുക്ക് പറയേണ്ടത്, മരണസമയത്ത് പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയായി മരിക്കുന്നവർ സ്വർഗത്തിലേക്കാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങൾ അവസാനം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിനപ്പുറം നബി തങ്ങൾ അല്ലാഹുവിനോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആ അതിമനോഹരമായ സ്നേഹബന്ധത്തിൻ്റെ ആത്മീയ ഉത്കർഷം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ബലിർ റഫീഖൽ അലാ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിപ്പിക്കാൻ വന്ന റസൂലാണ് ഈ റസൂല്. അവിടെ നിന്നല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്താണെന്ന്, ഷഹാദത്ത് എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചത് ഈ റസൂലാണ്. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ ഇനി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, അതിൽ നബി തങ്ങൾ അതിൽ അടിയുറച്ചു നിൽക്കുന്നവർ തന്നെയാണ്. അവിടെ നിന്നല്ലയോ അല്ലാഹുവിൻ്റെ അമീനും സ്വാദിഖും മസ്ദൂഖുമായ റസൂൽ അവിടുന്ന് പറഞ്ഞ വാക്കെന്താണ്? ബലിർ റഫീഖൽ അലാ. എൻ്റെ മഹ്ബൂബായ, എൻ്റെ ഇഷ്ടദാസന, എൻ്റെ ഇഷ്ടതോഴനായ, ഞാൻ ഖൽബ് കൊണ്ട് ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ മഹ്ബൂബായ എൻ്റെ റബ്ബിനെ മതി ജിബ്രീലേ, ഞാൻ റബ്ബിലേക്ക് വരാം, ഞാൻ മരിച്ചു പോരാം, എനിക്കത് പ്രശ്നമല്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ബലിർ റഫീഖൽ അലാ എന്ന് പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതിസുന്ദരിയായ യുവതിയായ ചെറുപ്പക്കാരിയായ ഹബീബിനെ അത്രമേൽ സ്നേഹിക്കുകയും ഹബീബ് അത്രമേൽ ഇങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്ത ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയുടെ കൂടെ ഇനിയും ഏതാനും കൊല്ലങ്ങൾ കൂടെ താമസിക്കണമെന്ന് നബി തങ്ങൾക്ക് പറയാമായിരുന്നില്ലേ? പക്ഷേ حبب إلي الطيب والنساء وجعلت قرة عيني في الصلاة. എനിക്ക് സുഗന്ധം ഇഷ്ടമാണ്, എനിക്കെൻ്റെ ഭാര്യമാരെ ഇഷ്ടമാണ്. എന്നാൽ ഈ സുഗന്ധത്തെക്കാളും എൻ്റെ ഭാര്യമാരെക്കാളും എൻ്റെ കണ്ണിൻ്റെ കുളിർമ എന്ന് പറയുന്നത് എൻ്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കുന്ന എൻ്റെ നിസ്കാരമാണ്. എൻ്റെ നിസ്കാരമാണ് എൻ്റെ കൺകുളിർമ.
എൻ്റെ നിസ്കാരം എന്നത് എൻ്റെ ഏറ്റവും വലിയ ആനന്ദമാണ്. ആ ആനന്ദത്തോളം എത്തില്ല സുഗന്ധവും എൻ്റെ ഭാര്യയും. നോക്കണം, അതിനേക്കാളുമൊക്കെ ഏറ്റവും ആനന്ദദായകം സൃഷ്ടാവിനോടൊരു സൃഷ്ടിക്ക് തോന്നുന്ന വിധേയത്വമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച റസൂലാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കങ്ങനെ തോന്നാറുണ്ടോ? നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു നമ്മുടെ ഒരു മെഹബൂബാണ്, അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? അള്ളാഹു നമ്മുടെ മെഹബൂബാണ്, എനിക്കിഷ്ടപ്പെട്ട ആൾ എൻ്റെ റബ്ബാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞാൽ എൻ്റെ ദീനാണ്, പിന്നെ എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്. ഈ ഒരു ഹയറാർക്കി സ്നേഹത്തിൻ്റെ വിഷയത്തിൽ, നമ്മുടെ വിധേയത്വത്തിൻ്റെ വിഷയത്തിലുണ്ടെങ്കിൽ ദീനിനൊരു മധുരമുണ്ട്, ഇസ്ലാമിനൊരു മധുരമുണ്ട്. ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد نبيا. എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് മനസ്സുകൊണ്ട് പൊരുത്തപ്പെടുകയും മുഹമ്മദ് റസൂലുള്ളാഹി എൻ്റെ റസൂലാണെന്ന് ഖൽബ് കൊണ്ട് പൊരുത്തപ്പെടുകയും ഇസ്ലാം എന്തൊക്കെ നിഷ്കർഷിക്കുന്നുണ്ടോ, ചെയ്യണമെന്ന് പറഞ്ഞോ അത് ചെയ്യാനും, ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കാനും എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയിരിക്കുന്നുവെന്ന്, എൻ്റെ ഇസ്ലാം എനിക്ക് ഇഷ്ടമാണ് എന്ന് ആരുടെയൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടോ, ഈ 3 വിഷയങ്ങൾ മനസ്സിൽ ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ മധുരം നുണയാൻ അവർക്ക് സാധിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസത്തിനൊരു മധുരമുണ്ട്, ഈമാനിനൊരു മധുരമുണ്ട്, നോമ്പിനൊരു മധുരമുണ്ട്, ഖുർആൻ ഓതുന്നതിന് മധുരമുണ്ട്, മഗ്രിബിൻ്റെ നേരത്തെ തസ്ബീഹിനൊരു മധുരമുണ്ട്, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് തഹജ്ജുദിനൊരു മധുരമുണ്ട്, മജ്ലിസുൻ നൂറിനൊരു ആനന്ദമുണ്ട്, സ്വലാത്തിൻ്റെ മജ്ലിസുകൾക്ക് എന്തെന്നില്ലാത്തൊരു അത്യാവേശമുണ്ട്. ആ മധുരം അറിയണമെങ്കിൽ അല്ലാഹുവും റസൂലും ദീനും എനിക്ക് പൊരുത്തമാണെന്ന് ഖൽബിൽ ബോധിച്ചവർക്കേ ഉണ്ടാവൂ. സുബ്ഹാനല്ലാഹ്. അത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ് വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും മിൻഹുമുൽ മുഅ്മിനൂന വഅക്തറുഹുമുൽ ഫാസിഖൂൻ. സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നല്ല സമൂഹമാണ്. കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമൂഹമാണ് നിങ്ങൾ. ഉഖ്രിജത് ലിന്നാസ്, ലോക മനുഷ്യർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന മുസ്ലിമുകളെ നോക്കണേ, അവരെ നോക്കി പഠിക്കണം, അവരന്തസ്സുള്ളവരാണ് എന്ന് മറ്റുള്ളവർ പറയത്തക്ക വിധം അന്തസ്സോടെ ജീവിക്കേണ്ടവരാണ് നിങ്ങൾ. നിങ്ങളും മറ്റുള്ളവരും ഒരുപോലെയാകരുത്. ഖുർആൻ പറയാ, നമ്മളൊരു റോൾ മോഡൽ ആയിട്ടാണ് പടച്ചവൻ നമ്മളെ പറഞ്ഞയച്ചത്. സുബ്ഹാനല്ലാഹ്. വലിയൊരളവോളം ഈ ദീൻ അത് ചെയ്യുന്നുണ്ട്. ഞാൻ കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്. കുരുത്തക്കേടൊക്കെ എല്ലാ സമൂഹത്തിലും, എല്ലാ നാട്ടിലും, എല്ലാ കാലഘട്ടങ്ങളിലും കുരുത്തക്കേട് ചെയ്യുന്ന മക്കളുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അവരേറ്റവും നല്ല സ്വാലിഹ്യങ്ങളായി മാറും ചെയ്യും. ചിലരൊക്കെ ആ യൗവനത്തിൻ്റെ ഒരു പൊട്ടിത്തെറിപ്പിൻ്റെ കാലം കുറച്ച് പൊട്ടിത്തെറിച്ചു പോകും. ഉമ്മയും വാപ്പയൊക്കെ വല്ലാണ്ട് വിഷമിക്കും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ അതേ മോൻ നന്നായിട്ട് തിരിച്ചു വരും. എന്തേ? വീട്ടിൽ നിന്ന് കിട്ടിയ തർബിയത്തിൻ്റെ ഗുണമാണത്. അള്ളാഹു നമ്മളോട് അരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞ ഹറാമുകൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ, വളരെ കുറച്ചുള്ളൂ അല്ലേ? കള്ളുടിക്കരുത്, വ്യഭിചരിക്കരുത്, ഷിർക്ക് ചെയ്യരുത്, പലിശ തിന്നരുത്, കൊടുക്കരുത്, വഞ്ചിക്കരുത്, നുണ പറയരുത്, അപഹരിക്കരുത്, കൊലപാതകം ചെയ്യരുത്, മറ്റുള്ളവരെ ഹനിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്. ഈ പറഞ്ഞതൊക്കെ മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങളല്ലാതെ എന്താണ്? അല്ലേ? നമ്മുടെ ആഘോഷങ്ങള്, മദ്യപാനം മുസ്ലിമീങ്ങൾക്ക് ഹറാമാണ് അല്ലേ? നമ്മൾ മദ്യപിക്കുന്നവരല്ല, മദ്യപിക്കാൻ പാടുള്ളതുമല്ല.
പക്ഷെ മദ്യപിക്കാതെ ഒരു എൻജോയ്മെൻ്റ്, ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ലാത്ത എത്ര സമൂഹങ്ങൾ ലോകത്തുണ്ട്. അവർക്ക് ചെറിയൊരു പാർട്ടിയാണെങ്കിൽ അവിടെ കുപ്പി പൊട്ടിക്കണം അല്ലേ, അങ്ങനെ അവർക്ക് ആഘോഷിക്കാൻ പറ്റൂ. പക്ഷേ മുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ, ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ പടച്ചവന് വിധേയപ്പെട്ട ആൾക്കാണ് മുസ്ലിം. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, those who submit themselves in front of the command of Allah. അള്ളാഹുവിൻ്റെ നിയമത്തിന് വിധേയപ്പെടുന്നവനെയാണ് മുസ്ലിം എന്ന് വിളിക്കുക. അവരുടെ പേരിട്ടിട്ട് കാര്യമില്ലല്ലോ. പേരിട്ട മുസ്ലിം ആവുമോ? ഇപ്പം നൈക്കിൻ്റെ ടീഷർട്ടൊക്കെ ഇട്ടാൽ പിന്നെ ഓൻ ആരോഗ്യം ഉണ്ടാവുമോ? നൈക്കിൻ്റെ പാൻറ്റും നൈക്കിയുടെ ഷൂ നൈക്കിയുടെ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക, ഭയങ്കര സ്പോർട്ട് ചെയ്യാൻ തോന്നാൻ വേണ്ടി. ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല, റണ്ണിങ്ങും ഇല്ല, ജോഗിങ്ങും ഇല്ല, ഫുട്ബോളും ഇല്ല, കളിയില്ല, ജിമ്മും ഇല്ല. അവൻ നൈക്കിൻ്റെ കുപ്പായങ്ങളൊക്കെ ഇട്ട്, അഡിഡസിൻ്റെ കുപ്പായൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. വല്ല കാര്യമുണ്ടോ? അങ്ങനത്തെ മുസ്ലിമീങ്ങളുണ്ടാവില്ല, കണ്ടാൽ അങ്ങനെയാണ്. പക്ഷേ സംഗതി ഒന്നുമില്ല ഉള്ളിൽ. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ലേബിളല്ല വേണ്ടത്, ക്വാളിറ്റിയാണ് വേണ്ടത്. മുസ്ലിമീങ്ങളിൽ മദ്യപാനമില്ലാതെ ആഘോഷിക്കാൻ മനുഷ്യന് സാധിക്കുമെന്ന് മുസ്ലിമീങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതൊരു സത്യമല്ലേ? എങ്ങനെയെന്നറിയോ? ഹറാമായ മദ്യത്തിന് പകരം ഹലാലായ ഇഷ്ടം പോലെ ഭക്ഷ്യവിഭവങ്ങൾ നമ്മുടെ ഷെഫുമാർ കണ്ടെത്തി, നമ്മുടെ വീടുകളിൽ പെണ്ണുങ്ങൾ കണ്ടെത്തി, നമ്മുടെ വിഭവങ്ങളിൽ ഇഷ്ടം പോലെ ഹലാൽ ഭക്ഷണങ്ങൾ നിരത്തി വെച്ചു. പിന്നെ കള്ളിൻ്റെ ആവശ്യമില്ല. കള്ളുടിയന്മാർക്ക് ഇനി എന്ത് നിരത്തി വെച്ചാലും അല്ല കള്ളിനെ പോവുള്ളൂ. അത് കുടിച്ചാൽ പിന്നെ പൂസായി, പിന്നെ ബോധം ഉണ്ടാവില്ല, ഭക്ഷണമൊക്കെ ബാക്കിയാവും ചെയ്യും. ഇത് ബോധമുള്ള മനുഷ്യന്മാർ വന്നിട്ട് രുചികരമായ നല്ല ഹലാൽ ഭക്ഷണങ്ങൾ, എത്ര വലിയ റിസർച്ചുകൾ നടന്നു ലോകത്ത്. ഭക്ഷണങ്ങളുടെ വെറൈറ്റികൾ വന്നത് മുസ്ലിം ഉമ്മത്തുകൾ പ്രതിനിധാനം ചെയ്യുന്ന കൂട്ടായ്മകളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നുമാണ് നല്ല നല്ല ഭക്ഷണങ്ങൾ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് അള്ളാഹു ചിലത് ഹറാമാക്കിയപ്പോൾ ഹലാലിൻ്റെ വഴികളിലൂടെ നമ്മൾ ശരിക്കാഴത്തിലങ്ങ് ഇറങ്ങിച്ചെന്നപ്പോൾ ഒരുപാട് ഹലാൽ വെറൈറ്റികൾ പടച്ചോ നമുക്ക് കാണിച്ചു തന്നു. അന്തസ്സിൽ നമ്മൾ പരിപാടികൾ നടത്തുന്നില്ലേ? ഇതൊരു നല്ല കാര്യമാണ്. പലിശ പാടില്ല എന്ന് പറഞ്ഞു. അള്ളാഹു പലിശ നിരോധിച്ചപ്പോൾ തൊട്ടിപ്പുറത്ത് പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾക്ക് കച്ചവടം അള്ളാഹു അനുവദിച്ചിരിക്കുന്നു. ഒരു മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ കച്ചവടം ചെയ്യുന്നവരാണ്, ബിസിനസ്സുകാരാണ്. പലിശ എന്ന് പറഞ്ഞാൽ ഉള്ള പൈസയെ ഇരട്ടിപ്പിക്കലാണ്. 1000 കൊടുത്തിട്ട് എനിക്ക് 1100 വേണമെന്ന് പറയാം. പൈസ എങ്ങനെയാ സ്വയം പെരുകുന്നത്? പണം പെരുകണമെങ്കിൽ, അല്ലെങ്കിൽ പൈസ വർദ്ധിപ്പിക്കണമെങ്കിൽ, സമ്പത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ അവിടെ വർക്ക് വേണം, ക്രിയേറ്റിവിറ്റി വേണം. ഇതാണ് ഇസ്ലാം പറയുന്നത്. എല്ലാവരും 1 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് ആ 1 കോടി 2 കോടി ആക്കാൻ വേണ്ടി എല്ലാവരും പലിശക്ക് കൊടുത്താൽ ഇവിടെ ആരാ അധ്വാനിക്കുക? ആരാ ഇവിടെ ജോലിക്ക് പോവുക? ആരാ കച്ചവടം ചെയ്യുക? പൈസ ഒറ്റയ്ക്ക് വളരുമോ? പൈസ ഒറ്റയ്ക്ക് പൈസയായിട്ട് വളരുമോ? ഇല്ലല്ലോ. പൈസയെ സ്വയം വളർത്തുന്ന പരിപാടിയാണ് പലിശ എന്ന് പറയുന്നത്. ഇസ്ലാം അതിനെതിരാണ്. കാശ് കൂട്ടിവെക്കരുത്. സമ്പത്ത് സമ്പന്നന്മാർ അത് ഒരുമിച്ച് കൂട്ടി വെക്കരുത്. സമ്പത്ത് ജനങ്ങളിൽ ഒഴുകണം, സമൂഹത്തിൽ പുരോഗതി ഉണ്ടാവണം, പ്രോഗ്രസ് ഉണ്ടാവണം, ബിസിനസ് ചെയ്യണം. അപ്പോൾ മുസ്ലിമീങ്ങൾ പലിശ പരിപാടി നിർത്തി. അവർ ചെയ്യുന്നില്ല, അവർ കച്ചവടം തുടങ്ങി. നന്നായിട്ട് കച്ചവടം ചെയ്യും. എവിടെ ചെന്നാലും ബിസിനസ് അല്ലേ? ഞാൻ ചന്ദ്രനിൽ പോയി ഇറങ്ങിയാലും ചിലപ്പോൾ കടുപ്പത്തിൽ ചായ വേണമെന്ന് ഇപ്പോൾ ചോദിച്ചെന്ന് വന്നേക്കാം. നമ്മൾ അങ്ങനെ അത്രക്ക് ബിസിനസ് ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഈ ബിസിനസ് പൊളിഞ്ഞു വിചാരിക്കുക, ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേത് അള്ളാഹുവിൻ്റെ ഖദറിലും ഖലായിലും വിശ്വസിക്കുന്നവരാണ്. കച്ചവടം ചെയ്ത് പൊളിഞ്ഞു, വീണ്ടും കച്ചവടം ചെയ്യും, വീണ്ടും പൊളിയും, വീണ്ടും അള്ളാഹ് കണക്കാക്കിയാൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുന്ന ഒരു നല്ല സംസ്കാരം ഈ ഉമ്മത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളായിട്ട് ഇനി ഇല്ലാണ്ടാക്കരുത്. മദ്യപാനവും മ്യൂസിക്കും ലൈവ് ഡാൻസുകളും കാബറെ നൃത്തങ്ങളും റോക്ക് ഡാൻസുകളും റാപ്പ് മ്യൂസിക്കുകളും ഉണ്ടെങ്കിലേ ആനന്ദമാകൂ എന്ന് ധരിച്ചു വെച്ചവർക്ക് ഹലാലിൻ്റെ ഓപ്ഷനുകൾ കൊടുക്കാൻ നമ്മുടെ മക്കളുടെ കഴിവുകൾക്ക് സാധിക്കണം, അവരുടെ ടാലൻറ്റുകൾക്ക് സാധിക്കണം. ഭക്ഷണത്തിലെ വെറൈറ്റികൾ ഈ ഉമ്മത്തെ എക്സ്പ്ലോർ ചെയ്തതാണ്. മറ്റു സമുദായങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഞാനതിന് ഇല്ല എന്ന് പറയല്ല, അല്ലെങ്കിൽ ചെറുതായി കാണുകയല്ല. പക്ഷേ ഈ ഉമ്മത്ത് അങ്ങനെയാണ്. കോഫി ഉണ്ടായത് അങ്ങനെയാണെന്ന് പറയാം. കോഫിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ചുള്ളൊരു സ്റ്റഡി ഉണ്ട്. എങ്ങനെയാണ് അറബ് നാടുകളിൽ അറബ് ഗാവ, അതാണ് നമ്മൾ അറബികളുടെ കോഫി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവരെ കൊണ്ടുപോയി കടക്ക് ചായ നമ്മൾ മലയാളികൾ കൊണ്ടുപോയി കുടിപ്പിച്ചതാണ്. അറബികൾക്ക് ചായ അറിയില്ലായിരുന്നു.
അവർ കട്ടൻ ചായ തുർക്കികൾക്കറിയാം. നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ കുടിക്കുന്ന, മധുരമില്ലാത്ത ചായ തുർക്കികൾ കുടിക്കാറുണ്ട്, പേർഷ്യക്കാർ കുടിക്കാറുണ്ട്, ഇറാനിൻ്റെ ഖുറാസാനിൻ്റെ മേലോട്ടുള്ള രാജ്യങ്ങളൊക്കെ. പക്ഷേ ഈ പാല് പാർന്നിട്ടുള്ള ഈ ചായ നമ്മുടെ മലയാളികൾ അറബികളെ കൊണ്ടുപോയി കുടിപ്പിച്ചു. ഇപ്പോൾ അവർക്ക് ചായ ഇല്ലാണ്ട് വയ്യാണ്ടായിപ്പോയി. അവർക്ക് കോഫിയെ അറിയുമായിരുന്നുള്ളൂ. കോഫി എന്ന് പറയുന്നത് തങ്ങളുടെ കൂടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ലഹരിക്ക് വേണ്ടി ആൽക്കഹോളിനെ സമീപിക്കുമ്പോൾ കോഫിയിലെ കഫീന് കൊണ്ടുണ്ടാകുന്ന ചെറിയ ഒരു ഉന്മേഷം അത് ഹലാലാണ്. ആ ഹലാല് കൊണ്ട് ഒരു ഹറാമിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമായി വളർന്നു വന്നതാണ് അറബ് നാടുകളിൽ ഈ ഗാവ കുടിക്കുന്നതും കോഫി കുടിക്കുന്നതുമായി ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാർബക്സ് കോഫിനെ കുറിച്ചോ ടിം ഹോർട്ടൺ കോഫിയെ കുറിച്ചോ ഒന്നല്ല ഞാൻ പറയുന്നത്. അവർ കാപ്പിക്കുരു തിളപ്പിച്ചെടുത്ത് മധുരമില്ലാതെ ഈത്തപ്പഴവും കൂട്ടി കുടിച്ചിരുന്ന ഒരു ഗാവയുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് ആൽക്കഹോളിന് ബദലായിട്ട് ഒരു സംസ്കാരം വളർത്തിയെടുത്തതാണത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഹലാലുകൾ അനന്തമാണ്, ഹറാമുകൾ കുറച്ചുള്ളൂ. ഖുൽ ഇന്നമാ ഹറമ റബ്ബി, എൻ്റെ റബ്ബ് ഹറാമായത്, തആലൂ അത്ലു അലൈക്കും മാ ഹറമ റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് ഹറാമാക്കിയത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞു തീർക്കാവുന്നതാണ് ഹറാമുകൾ, പക്ഷെ ഹലാലുകൾ പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല സമൂഹമാണ്. നമ്മുടെ വിവാഹങ്ങൾ, നമ്മുടെ സദ്യകൾ, നമ്മുടെ സൽക്കാരങ്ങൾ വഴിവിട്ടു പോകരുത്. ഹലാലിൻ്റെ ബൗണ്ടറിയിൽ നിന്നും ഹറാമിലേക്ക് കടന്നു പോകരുത്. കുൻതും ഖൈറ ഉമ്മ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. സൂറത്ത് തൗബയിൽ അല്ലാഹു വേറൊരു കാര്യം പറഞ്ഞു. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله والمؤمنون والمؤمنات. അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഔലിയാഉ ബഅദ്, അവരവരുടെ ഈമാനിൻ്റെ പ്രഭ കൊണ്ട് പരസ്പരം ഇൻസ്പയർ ചെയ്യേണ്ട ആളുകളാണ്. ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ച് അച്ചടക്കത്തോടെ നടക്കുമ്പോൾ ആ കുട്ടി കാരണം മറ്റു കുടുംബങ്ങളിലേക്ക് ഹിജാബിനെ കുറിച്ചുള്ളൊരു ഇംപ്രഷൻ വരണം. അതില്ലാത്ത കുട്ടികൾ അതിലേക്ക് വരണം. ആ കുട്ടിയുടെ സംസ്കാരം കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാവണം. മുഅ്മിനീങ്ങൾ പരസ്പരം ഈമാനിൻ്റെ വിഷയത്തിൽ സഹായിക്കുന്നവരാണ്. ആണുങ്ങൾ അങ്ങനെയാണ്, പെണ്ണുങ്ങളും അങ്ങനെയാണ്. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്ത് ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. സമൂഹത്തിൽ നന്മകൾ ഉണ്ടാകണം, തിന്മകൾ ഉണ്ടാകരുത് എന്ന് പറയുന്നവരാണ് സത്യവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും. സ്വയം നന്നാവുക മാത്രമല്ല, മറ്റുള്ളവരെ നന്നാക്കുക കൂടി ചെയ്യേണ്ടവരാണ് ഈ സമൂഹം. അതിനാണ് നമ്മുടെ മസ്ജിദുകൾ വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ മസ്ജിദുകൾ നിലകൊള്ളുന്നത് ആ സംസ്കാരം വിളിച്ചറിയിക്കാനാണ്. നന്മയിലേക്ക് വരണം. ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. രാത്രി ഇങ്ങനെ തണുത്തുറഞ്ഞ്, വയനാടിൻ്റെ തണുപ്പ് സുബഹി നേരത്ത് ഇങ്ങനെ മൂടി ഉറക്കത്തിൻ്റെ ആഴത്തിലേക്ക് മനുഷ്യനിങ്ങനെ അറിയാതെ ഡീപ്പ് സ്ലീപ്പിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് പള്ളിമുനാരങ്ങളെന്ന് വിളിച്ചു പറയാൻ ഹയ്യ അലസ്വലാ, അസ്വലാത്തു ഖൈറും മിനൻ നൗം. ആ വാക്കുകൾ എന്തൊരു മനോഹരമാണ്. അസ്വലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ ചെയ്യുന്ന അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയുള്ള ഔദ്യോഗികമായ റബ്ബിൻ്റെ മുമ്പിലുള്ള മീറ്റിങ്ങിന് വിളിക്കുകയാണ് നിങ്ങളെ. ഖൈറുൻ, പടച്ചവനോട് ആ നിങ്ങൾ സംസാരിക്കുന്ന നിസ്കാരമെന്ന റബ്ബിനോടുള്ള സംഭാഷണമാണ്. ഖൈറും മിനൻ നൗം,
നിഷ്ക്രിയരായി നിങ്ങൾ ഉറങ്ങുന്നതിനേക്കാളും എത്രയോ നല്ലത് എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. അതുകൊണ്ട് ഹയ്യ അലസ്സലാ, നിസ്കരിക്കാൻ വരണേ, പ്രാർത്ഥന മറന്നു പോവല്ലേ. ഹയ്യ അലൽ ഫലാഹ്, അത് വിജയത്തിൻ്റെ വഴിയാണ്, വിജയത്തിലേക്ക് വരേണമേ. ഇത് വിളിച്ചു പറയാണ് നമ്മുടെ മസ്ജിദുകൾ. നന്മയിലേക്ക് വിളിക്കുകയും തിന്മകളെ വിരോധിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. വയുഖീമൂന സ്വലാഹ് വയുഅ്തൂന സകാഹ്, സകാത്ത് കൊടുക്കുന്നവരാണ്, നിസ്കാരം നിലനിർത്തുന്നവരാണ്. പൈസയോട് ആർത്തിയില്ല എന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാവണം. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആണ് എന്ന് ഞാൻ വിചാരിക്കട്ടെ. പൈസയോട് ആർത്തി പാടില്ല. സമ്പത്തുണ്ടാക്കണം ഹലാലിലൂടെ, പക്ഷെ ആർത്തി പാടില്ല, പിശുക്ക് പാടില്ല. നമുക്ക് പലിശ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദാനശീലം വർദ്ധിച്ചവരാണ്, ധാരാളം കൊടുക്കുന്നവരാണ്, അതിന് മടിയില്ല. യൂസുഫ് അലി സാഹിബൊക്കെ സമസ്തയുടെ സമ്മേളനത്തിൽ എത്ര 7 കോടിയോ ഞാൻ എത്ര വേണമെങ്കിലും കൂടുതൽ ഇനി തരട്ടോ. ഇതൊന്നും എല്ലാവർക്കും ഒന്നും പറയാൻ കഴിയില്ല. ഉള്ള ആളുകൾക്ക് തന്നെ ആ ഒരു പെട്ടെന്ന് അങ്ങ് വരൂല. എൻ്റെ സെക്രട്ടറിയോട് ചോദിക്കട്ടെ, എൻ്റെ ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം ഒന്ന് എടുക്കട്ടെ, അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറയേണ്ടി വരും. അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്, പടച്ചോൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. ദാനശീലം ഈ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദാനം റമളാനിൽ എൻ്റെ വേളൊക്കെ പിന്നെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. തൊയ്യബേസി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് വടകരക്കാരൻ, ഒരു ചെറിയ ഗ്രൂപ്പ്, കുറച്ച് ആളുകളൊക്കെ. അവർ എല്ലാ റമളാനിലും കുറച്ച് റമളാൻ കിറ്റുകൾ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രം കൂടിയിട്ട് സ്വരൂപിച്ചിട്ട് ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചു. ഇപ്പോൾ നാളെ 14-ാം തീയതി നാളെ അതിൻ്റെ വിതരണം തുടങ്ങാൻ. റമളാനാകുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ദാനം ചെയ്യാം. റമളാനാകുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ഇഫ്താർ പരിപാടികൾ നടക്കും. എത്രയോ സംഗമങ്ങൾ, മസ്ജിദുകളിൽ ഇഫ്താറുകൾ, അങ്ങാടികളിൽ, പൊതുനിരത്തുകളിൽ. ഗൾഫ് നാടുകളൊക്കെ സിഗ്നലുകളിൽ ആളുകൾ സ്പീഡിൽ ഓടിച്ച് ഇഫ്താറിന് വേണ്ടി വീട്ടിലെത്താൻ ഓടുമ്പോഴാ ഇഫ്താർ കിറ്റുകൾ സിഗ്നലുകൾ, ട്രാഫിക് സിഗ്നലിൽ പോലീസുകാർ വിതരണം ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ വണ്ടിക്കാരും. അത് ഏത് ജാതി മനുഷ്യനാണോ, നോമ്പുണ്ടോ ഇല്ലേ, അവർക്കൊക്കെ കൊണ്ടുപോകാം. മസ്ജിദുകളുടെ മുമ്പിലൊക്കെ വലിയ വലിയ ടെൻറ്റുകൾ, ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഇഫ്താർ കഴിച്ചു പോവാൻ. ആരും ചോദിക്കൂല അവിടെ നീ മുസ്ലിമാണോ, നോമ്പിട്ടുണ്ടോ, ഒന്ന് ഫാത്തി ഒതിക്കൊന്നുമില്ല. അവിടെ ആർക്കും വന്ന് കഴിച്ചു പോകാം. സുബ്ഹാനല്ലാഹ്. ഇതുപോലെയുള്ള നല്ല സംരംഭങ്ങൾക്ക് സഹായിച്ച ആളുകൾ, ഞാൻ അല്ലാഹു അക്ബർ ഗ്രൂപ്പിൻ്റെ അവർ അഡ്മിൻ, അവർ ചെയ്ത സേവനം ഓർക്കുകയാണ്. അല്ലാഹു അത് സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ, അവരുടെ നന്മകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. നൈജീരിയയിൽ എൻ്റെ സുഹൃത്ത് സയ്യിദ് ഹുദവി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് മസ്ജിദുകൾ, ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്കുള്ള ഇഫ്താർ ഈ വർഷവും നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വലിയ വിജയമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തൗഫീഖ് നൽകട്ടെ. അവരൊക്കെ സത്യസന്ധരായ നൈജീരിയക്കാരായ പ്രവർത്തകരും അവിടുത്തെ ആലിമീങ്ങളും സയ്യിദ് ഹുദവിയുടെ കൂടെ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസവും ഇഫ്താറിനുള്ള സൗകര്യം ഒരുക്കുകയാണ്. അല്ലാഹു ഇതിനൊക്കെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. ഈ വർഷത്തിലും സഹായിക്കാൻ പോകുന്നവർ, നമ്മുടെ നാടുകളിലെ എല്ലാ നന്മകൾക്കും കൂടെ നിൽക്കുന്ന മുസ്ലിം ബഹുജനങ്ങൾ, അല്ലാഹുവിൻ്റെയൊക്കെ എല്ലാ നന്മകളെയും അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമുക്കൊരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഹബീബിൻ്റെ സ്വാഹിബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ഈ മഹാനാകുമായിരുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞൊരു മഹാനുണ്ട്, ഒരു സ്വഹാബി. ലൗ കാന നബിയ്യും മിൻ ബഅദി, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നുവെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു. ഫഇന്നഹു ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഇനിയൊരു പ്രവാചകനും വരാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്ത ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മഗ്ഫിർ ലീ ദുൽമി വകുഫ്രി. ഉമർ തങ്ങളുടെ ദുആയാണ്. അല്ലാഹുമ്മഗ്ഫിർ ലീ ദുൽമി വകുഫ്രി. പടച്ചവനെ, ഞാൻ നിന്നോട് ചെയ്ത ദുൽമ്,
ഞാൻ എന്നോട് ചെയ്ത ദുൽമുകൾ, അതിക്രമങ്ങൾ എനിക്ക് മാപ്പ് നൽകണമേ. വകുഫിരി, എൻ്റെ കുഫിരിയത്തും. അപ്പോൾ ആളുകൾ ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ ഹാദാ ദുൽമ്, ഞങ്ങൾക്ക് മനസ്സിലായി എന്താണ് ദുൽമ്, പുറത്തു തരണേ എന്ന് പറഞ്ഞത്. എന്താണ് അതിക്രമങ്ങൾ? അവനോട് ചെയ്തത്, മറ്റുള്ളവരോട് ചെയ്തത്, അള്ളാഹുവിനോട് ചെയ്തത്, അതൊക്കെ മാപ്പ് തരണേ എന്നാണ് അർത്ഥം. ഫമാ ബാലുൽ കുഫർ, എന്താണ് കുഫർ മാപ്പ് തരണം എന്ന് പറയാൻ കാരണം? ഇസ്ലാമിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് കുഫറാണ് ചെയ്തത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാലല്ലാഹ് ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. സൂറത്ത് ഇബ്രാഹീമിലെ ആയത്താണ് ഓതുന്നത്. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, തീർച്ചയായും മനുഷ്യൻ വലിയ അക്രമങ്ങൾ ചെയ്യുന്നവനാണല്ലോ, ഒരുപാട് അതിക്രമങ്ങൾ ചെയ്യുന്നവനാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവനാണ്. പിന്നെ പറഞ്ഞു കഫാർ, ഒരുപാട് കുഫറും ചെയ്യുന്നവനാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നന്ദികേട് എന്നാണ്. നന്ദികേടിനും കുഫർ എന്ന് പറയും. പടച്ചോനെ നിഷേധിക്കുന്ന കുഫറല്ല ഇവിടെ ഉദ്ദേശം. നന്ദികേട് ചെയ്യുന്നവൻ, മനുഷ്യൻ അള്ളാഹുവിനോട് വേണ്ട വിധം നന്ദി ചെയ്യുന്നില്ലല്ലോ, അള്ളാഹുവിനോട് സ്തുതി പറയുന്നില്ലല്ലോ. എത്രയെല്ലാം അനുഗ്രഹങ്ങൾ മനുഷ്യൻ ചോദിക്കാതെ മനുഷ്യൻ്റെ മുമ്പിലേക്ക് വരുമ്പോഴേ നമ്മൾ വിചാരിക്കും അതൊക്കെ അങ്ങനെ തന്നെയല്ലേ വരേണ്ടത്, അതിനിപ്പോൾ എന്താ അത്ഭുതം, അതൊക്കെ നോർമലല്ലേ? നോർമലല്ല, ഇത് നോർമലല്ല. അല്ലാഹുവിനോട് നമ്മൾ എത്രമേൽ നന്ദി ചെയ്യാൻ കടപ്പെട്ടവരാണ്. നമ്മൾ ചോദിച്ചത് പടച്ചവൻ തരുന്നില്ലേ? ചോദിച്ചതിനേക്കാളും ഖൈർ അല്ലാഹു നൽകുന്നില്ലേ? നമ്മൾ ചോദിക്കാത്ത നന്മകൾ അല്ലാഹു തന്നിട്ടില്ലയോ? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എത്രയോ നമ്മുടെ രഹസ്യങ്ങൾ ഒരു മനുഷ്യരും അറിയാതെ അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്തു തന്നിട്ടില്ലയോ? അള്ളാഹു മറച്ചു വെച്ചു തന്നിട്ടില്ലേ? അള്ളാഹുവിനോട് നന്ദി പറയേണ്ടവരല്ലയോ നമ്മൾ? നന്ദി പറയാ, പടച്ചവനോട് നന്ദി പറയാ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുൽമി വകുഫരി എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തതിൻ്റെ ഉദ്ദേശം അതാണ്. അല്ലാഹുവേ, നിനക്ക് വേണ്ട വിധം നന്ദി ചെയ്യാൻ എന്നെ കൊണ്ടായിട്ടില്ല റബ്ബേ, അതെന്നോട് മാപ്പ് നൽകണം. പടച്ചവനെ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എനിക്ക് മാപ്പ് നൽകണമേ. ഇത്രമേൽ മഹത്തുക്കൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ അവരുടെ മനസ്സുകളെ പാകപ്പെടുത്തിയിരുന്നു. ശുദ്ധ റമളാൻ ഖൈറുശ്ശുഹൂരി വല്ലയ്യാം, ദിവസങ്ങളെക്കാൾ മാസങ്ങളെക്കാൾ മുഹൂർത്തങ്ങളെക്കാൾ ഏറ്റവും അതിശ്രേഷ്ഠമായ മുഹൂർത്തങ്ങളുള്ള ശ്രേഷ്ഠമായ രാപ്പകലുകളുള്ള വിശുദ്ധമായ മാസം. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, മനുഷ്യൻ അല്ലാഹുവിനോട് നന്ദികേടല്ലേ കാണിക്കുന്നത്. ഇന്നഹു ലയുഹിബ്ബുൽ അക്ലത ഫയഹ്മിദുഹു അലൈഹാ, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. വയശ്റബു ശർബ, മനുഷ്യൻ ഒരു നേരം ഒരു വെള്ളമോ പാനീയമോ കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ്. എത്ര നേരമാണ് നമ്മളതൊക്കെ മറന്നു പോവാറുള്ളത്? ഓരോ ശ്വാസത്തിനും നമ്മൾ അൽഹംദുലില്ലാ പറയേണ്ടവരല്ലേ? فليس الذي بيني وبينك عامر وبيني وبين العالمين خراب إذا صح منك الود فالكل هين وكل الذي فوق التراب تراب فليت الذي بيني وبينك عامر وبيني وبين العالمين خراب. പടച്ചവനെ, അല്ലാഹുവേ, ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെപ്പോലെയല്ല. ഞാനും നീയും തമ്മിലുള്ള ബന്ധമെന്ന് രൂഢമൂലമാവുകയും ആ സ്നേഹബന്ധം ഉറച്ചു പോവുകയും ജനങ്ങളെല്ലാവരും എന്നെ വെറുക്കുകയോ ആട്ടിപ്പറഞ്ഞേക്കുകയോ ചെയ്താൽ പോലും അല്ലാഹുവേ, നിന്റെ ചാരത്ത് നിന്ന് നീ എന്നെ തട്ടിമാറ്റാത്തിടത്തോളം കാലം ഞാൻ ഭാഗ്യവാൻ തന്നെയല്ലയോ റബ്ബേ?
ഇദാ സഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ വകുല്ലു അല്ലദീ ഫൗഖ തുറാബി തുറാബു. പടച്ചവനെ, നിന്റെ സ്നേഹം നീ എനിക്ക് നൽകിയിട്ടുണ്ടെന്ന് എനിക്ക് ബോധിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ മണ്ണായ മണ്ണും ആ മണ്ണിലുള്ള സർവ്വതും മണ്ണു തന്നെയല്ലയോ റബ്ബേ, എനിക്ക് വേണ്ട നിന്റെ സാമീപ്യം മതി എന്ന് മനുഷ്യൻ കൊതിച്ചു പോകേണ്ടതാണ്.